Welcome to Herb, the Ayurvedic cuisine of Kerala in UK. ഞാനിത് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ്. ട്രൂലി ഇതൊരു ആയുർവേദിക് ക്യുസീനാണ്. നമ്മളുടെ അടുത്ത് വരുന്ന ഒരു ഗസ്റ്റ് ഫസ്റ്റ് അവർ റെസ്റ്റോറൻറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ആ വാവ് ഫീൽ, അത് ആ റെസ്റ്റോറൻറ്റ് ബ്യൂട്ടിയിൽ നിന്ന് അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്ന നമ്മളുടെ ഫൗണ്ടർ ജെയ്മോൻ തോമസ്, അദ്ദേഹത്തിൻ്റെ ആ വിഷണറിയിൽ നിന്ന് കാണുന്ന ആ ഒരു ബ്യൂട്ടി നമുക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ ടേബിളിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫീൽ, അവിടെ തുടങ്ങുന്ന ഞങ്ങളുടെ ഫുഡ് എക്സ്പീരിയൻസ് അത് ഞങ്ങൾ മേക്ക് ഷുവർ ചെയ്തിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു നോൺ വെജിറ്റേറിയൻ ആണെന്ന് വിചാരിച്ചോ, ഒന്നുകൊണ്ടും മടിക്കണ്ട ഞങ്ങളുടെ അടുത്ത് വരാനായിട്ട് എന്ന് ഞാൻ എല്ലാ ഗസ്റ്റിനോടും പറയാറുണ്ട്. കാരണം ഇവിടുന്ന് ഭക്ഷണം കഴിച്ച ഒരു വ്യക്തിക്ക് അവർ ഒരു മീറ്റ് മിസ് ചെയ്തെന്നുള്ളൊരു ഫീല് ഒരിക്കലും ഉണ്ടാകില്ല. ഈ ഒരു ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ ലെസ്റ്റർ എന്ന് പറയുന്ന മിഡ്ലാൻഡ്സിലെ, UK മിഡ്ലാൻഡ്സിലെ സ്ഥലം, അതാണ് ഒറിജിൻ ഓഫ് വീഗനിസം. വീഗനിസം എന്നാൽ എല്ലാവർക്കും അറിയാം, അത് ഒരു ഹൈ എൻഡ് വെജിറ്റേറിയൻ ആണ്. അവർ ഒരു ആനിമൽ പ്രോഡക്ട്സ് യൂസ് ചെയ്യില്ല. നമ്മളുടെ റെസ്റ്റോറൻറ്റിലുള്ള 95% ഐറ്റംസും വീഗൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിഷസ് ആണ്. ഇനി 5% അത് റീപ്ലേസബിൾ ആയിട്ട് ചെയ്യാവുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 100% വീഗൻ ചെയ്യാവുന്ന ഒരു നോമാണ്. ഇത് എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ, ഈ നാടിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെയാണ് വീഗനിസം തുടങ്ങിയത്. ആ തുടങ്ങിയ ആൾ ഡൊണാൾഡ് വാട്സൺസ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അയാളോടുള്ള ആ ഒരു റെസ്പെക്റ്റ് കാണിക്കാൻ ഞങ്ങൾ ഇതിന് ശേഷം ഒരു ഹൈ ഡിമാൻഡിൻ്റെ പേരിൽ നമ്മൾക്ക് വാട്സൺസ് എന്ന് പറയുന്ന നമ്മളുടെ ഒരു ബാർ അസോസിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ലെസ്റ്ററിലാണ്, ലെസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് തന്നെ വളരെയധികമായിട്ടുണ്ട്. അവരിൽ ഭൂരിഭാഗം ആൾക്കാരും വെജിറ്റേറിയൻസും കൂടിയാണ്. അപ്പോൾ ആ ഒരു ഡിമാൻഡ്സ് നമ്മൾ കായൽ എന്ന ബ്രാൻഡ് 25 കൊല്ലം മുമ്പ് തുടങ്ങുമ്പോൾ ആ ബ്രാൻഡിൽ കഴിക്കാൻ വന്നിരുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അവരുടെ ഒരു ആവശ്യമായിരുന്നു ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, സൗത്ത് ഇന്ത്യൻ അല്ല കേരള ഡിസൈനിലുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. ദോശയായിട്ടും നമ്മളുടെ കടലക്കറിയായിട്ടും വിനോദമായിട്ടും ഹെൽത്തി ആയിട്ടുള്ള എല്ലാത്തരം ഡിഷുകളും നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട ഒരു കാര്യമല്ല. ട്രിപ്പ് അഡ്വൈസർ എന്ന് പറയുന്ന ലോക നിലവാരത്തിലുള്ള ഒരു റിവ്യൂയിങ് സൈറ്റിൽ ലാസ്റ്റ് ഇയർ UK രണ്ടാമത്തെ ബെസ്റ്റ് റെസ്റ്റോറൻ്റ് ആയിട്ടും ലോകത്തിലെ തന്നെ 13ാമത് പ്ലേസിൽ ദ ബെസ്റ്റ് 13th റെസ്റ്റോറൻ്റ് ആയിട്ടും നമുക്ക് ഒരു പ്രൈസ് കിട്ടിയിരുന്നു. സോ I'm telling the truth, it's truly heavenly cuisine. നമ്മളുടെ ഇന്നത്തെ വിഭവം എന്ന് പറയുന്ന കിനുവ ഉപ്പുമാവ്. നമ്മൾ ഉപ്പുമാവുകളെ, നമുക്ക് എല്ലാവർക്കും ഉപ്പുമാവുകളെ കുറിച്ച് അറിയാം. ഉപ്പുമാവ് നമ്മൾ ചെയ്യുന്നു, റവ ഉപ്പുമാവ് നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു ഡിഷ്. നമ്മൾ ഹെർബിൻ്റെ കുസൈനിൽ, ഇതൊരു ആയുർവേദിക് കുസൈനാണെന്നും നമ്മളുടെ ഫുഡ് എത്രമാത്രം പോഷക സമൃദ്ധമാകാമെന്ന് നമ്മൾ വിചാരിക്കുന്നു എന്ന് വിചാരിച്ച് നമ്മൾ ഇൻഫ്യൂസ് ചെയ്ത ഒരു സ്പെഷ്യൽ ഡിഷാണ് നമ്മുടെ കിനുവ ഉപ്പുമാവ്. ഈ ഉപ്പുമാവ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ഞങ്ങളുടെ മാസ്റ്റർ ഷെഫായ മനു ഷെഫാണ്. അദ്ദേഹം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ആളുടെ കൺട്രോളിലാണ് ഇവിടുത്തെ കുസൈൻ ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. കിനുവയെക്കുറിച്ച് ഞാൻ പറഞ്ഞോട്ടെ. കിനുവ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ആയുർവേദിക് ആയിട്ടുള്ള പോഷക സമൃദ്ധമായ, കാർബോഹൈഡ്രേറ്റ്സ് കുറഞ്ഞ, അതുകൊണ്ട് തന്നെ ഡയബറ്റിക്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടംപോലെ കഴിക്കാവുന്ന, കാർബോഹൈഡ്രേറ്റ്സ് കുറവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഹെൽത്തി കൺസേൺ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിരിക്കുന്നത്. സോ ആ ഒരു എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പർട്ടിക്കുലർ ഡിഷിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, ഞങ്ങൾ ഈ കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഡിഷ് അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നത് വളരെ സന്തോഷം.
ഷെഫ് നമുക്കിത് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. This is Patricia. She is a floor manager for the restaurant, and we are working together for many years now. ഇനി ആദ്യം വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ്, 2 അത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യൂഷ്വലി ചെയ്യുന്നത് പോലെ തന്നെ ഓയിൽ ചൂടായി കഴിയുമ്പോൾ മസ്റ്റർഡ് സീഡ്, ഇനി വേണ്ടത് ഒരു വറ്റൽ മുളകാണ്, കറി ലീഫ്, ഇത് നമ്മൾ ചെയ്യുന്ന സോൾട്ട്, കോക്കനട്ട് ആണ്. നമ്മുടെ മെയിൻ സാധനം ഉലുവയാണ്. Yes, please. Oh God. So that's the reason why the guest is asking for this particular dish. I love it. That's it. This guy. He always make me happy. ഇത് പിടിയും കടലയുമാണ്. എല്ലാവരും കേട്ടിട്ടുണ്ട് പിടിയും നോൺ വെജ് കറി അല്ല ചിക്കൻ കറി എന്ന് കേട്ടിട്ടുണ്ട്. ഇത് കടലയും. അതെന്താണ് ആ കോമ്പിനേഷൻ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലും വെജിറ്റേറിയൻസും കൂടി ഇത് എങ്ങനെ എൻജോയ് ചെയ്യാമെന്നുള്ള ഒരു ചിന്തയുടെ പുറത്ത് അവർക്ക് ആ മീറ്റ് മിസ്സാകാതെ, അല്ലെങ്കിൽ ആ മീറ്റിന്റെ ഫ്ലേവേഴ്സ് മിസ്സാകാതെ, അല്ലെങ്കിൽ ആ ഒരു ഫുൾ ഫ്ലേവറിൽ എങ്ങനെ കഴിക്കാം, അതിനു വേണ്ടിയുള്ള ഒരു ചിന്തയുടെ പുറത്ത് ഷെഫിന്റെ മാജിക് ടച്ചിലുള്ള ഒരു കടലക്കറി തന്നെ ഇവിടെ ഒരു ഫേമസ് ഡിഷാണ്. നമ്മളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ എങ്ങനെയാണ് ചിക്കൻ ചെയ്യുന്നത് അതുപോലെ തന്നെ വറുത്തരച്ച് നല്ല ഭംഗിക്ക് ആ ടേസ്റ്റിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അതെ, അതിലെ കുക്കിംഗ് പ്രോസസ്സ് തന്നെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് ഒരു മെയിൻ കോഴ്സിൽ ഫില്ലിംഗ് ആയിട്ടുള്ള റൈസ് ഡംപ്ലിങ്സ്, ഇത് ഒരു കോക്കനട്ടി ഫ്ലേവറിൽ, പിന്നെ കോക്കനട്ട് വറുത്തരച്ച ഒരു കടലക്കറി. ഇതാണ് ഈ കോമ്പിനേഷൻ. ഇത് ഉറപ്പായിട്ടൊരു കോമ്പിനേഷനാണ്. സോ യു മസ്റ്റ് ട്രൈ വിത്ത് ടുഗദർ.